Welcome, dear students. Question ഒന്ന് വായിക്കാം. Given below is a table showing the name, designation and monthly salary paid to different employees in Royal Traders for March 2017. Employee name, designation, monthly salary. കുറച്ച് എംപ്ലോയിയുടെ പേരും ഡെസിഗ്നേഷനും മന്ത്ലി സാലറിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഫസ്റ്റ് വൺ, the total monthly salary by naming the concerned range as total salary. ഈ എംപ്ലോയീസിൻ്റെ ടോട്ടൽ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ടോട്ടൽ സാലറി കണ്ടുപിടിക്കേണ്ടത് ആ റേഞ്ചിനൊരു പേര് കൊടുത്ത്, ടോട്ടൽ സാലറി എന്ന പേര് കൊടുത്ത്, ആ ടോട്ടൽ സാലറി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ട് വേണം ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. ദി ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ദി ഫിനാൻസ് മാനേജർ FM ഇൻ ദി ഫേം. ഇതിനകത്ത് FM എന്ന് പറഞ്ഞിട്ട് 3 പേരാണുള്ളത്. ഈ 3 പേർക്കും കൂടി എത്രയാണ് ടോട്ടൽ സാലറി എന്നും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. FMൻ്റെ മാത്രം ഇവിടെ FM 40,000 പ്ലസ് രണ്ടാമത്തെ FM 15,000 പ്ലസ് മൂന്നാമത്തെ FM 30,000. ഇത് മൂന്നും ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദി നെയിം ഓഫ് ദി എംപ്ലോയി വിത്ത് മന്ത്ലി സാലറി ഓഫ് 40,000 ബൈ യൂസിങ് ലുക്കപ്പ് ഫംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മന്ത്ലി സാലറി 40,000 ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ 40,000 എംപ്ലോയിയുടെ സാലറി ആയിട്ട് വരുന്ന എംപ്ലോയി എന്ന് പറയുന്നത് ജിതേഷാണ്. അപ്പോൾ ജിതേഷ് എന്നുള്ള നെയിമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ലുക്കപ്പ് ഫംഗ്ഷനാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലുക്കപ്പ് ഫംഗ്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഏത് ഡാറ്റയാണോ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തതായിരിക്കണം. ഇവിടെ ആ റിസൾട്ട് എന്തായാലും കിട്ടുന്നുണ്ട്, പക്ഷേ ചില കേസിൽ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടില്ല. കാരണം സെർച്ച് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്താൽ മാത്രമേ ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നമ്മുടെ ബ്ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. www.manojmelekandi.blogspot.com. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന ഡാറ്റ അതേപോലെ എൻ്റർ ചെയ്യുക. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ സാലറി കാണുകയാണ് വേണ്ടത്. ഈ ടോട്ടൽ സാലറി കാണേണ്ടത് ഈ ഒരു റേഞ്ചിന് ഒരു പേര് കൊടുത്തിട്ടാണ് നമ്മൾ ടോട്ടൽ സാലറി കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിന് ശേഷം ഡാറ്റ ഡിഫൈൻ റേഞ്ച്. അവിടെ ഫസ്റ്റ് തന്നെ നെയിം എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു പേര് നമുക്ക് കൊടുക്കാം. ആ റേഞ്ചിനൊരു പേര് ടോട്ടൽ സാലറി. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചിന് നമ്മളൊരു പേര് കൊടുത്തു കഴിഞ്ഞു, ടോട്ടൽ സാലറി. ഇനി ആ റേഞ്ച് ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ഈക്വൽ ടു SUM സം ബ്രാക്കറ്റിൽ ടോട്ടൽ സാലറി. ആ ഒരു പേര് കൊടുത്താൽ മതി. റേഞ്ചിൻ്റെ പേര് പിന്നെ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ആ ടോട്ടൽ ഇവിടെ വന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് FMന് മാത്രം കൊടുത്തിരിക്കുന്ന സാലറിയുടെ ടോട്ടൽ കണ്ടുപിടിക്കണം. 3 പേരുണ്ട് FM ആയിട്ട്, അവരുടെ 3 പേരുടെയും ടോട്ടൽ സാലറിയാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ എവിടെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ റേഞ്ചാണ് ആദ്യം കൊടുക്കേണ്ടത്. FM എന്ന് സെർച്ച് ചെയ്യേണ്ട റേഞ്ച് അത് നമുക്ക് ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ഈ റേഞ്ചിലാണ് എവിടെയൊക്കെയാണോ FM ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ആദ്യം സെലക്ട് ചെയ്തു. ആ റേഞ്ച് നമ്മുടെ ഇക്വേഷനിൽ വന്നു. കോമ. ഇനി എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ആ റേഞ്ചിനകത്ത് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ആ റേഞ്ചിനകത്ത് സെർച്ച് ചെയ്യേണ്ടത് FM എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ FM എന്ന് കോഡ്സിൽ കൊടുത്തു, കോമ. അങ്ങനെ ഈ ഒരു റേഞ്ചിനകത്ത് FM എവിടെയൊക്കെയാണോ ഉള്ളത് അതിന് നേരെയുള്ള മന്ത്ലി സാലറിയുള്ള കോളത്തിലുള്ള ഫിഗറാണ് ടോട്ടൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു റേഞ്ചാണ്. മന്ത്ലി സാലറിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ടോട്ടൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ റേഞ്ച് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. മൂന്നാമത് പറയുന്നത് 40,000 രൂപ ശമ്പളമുള്ള ആളുടെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞ ഫംഗ്ഷൻ ലുക്കപ്പാണ്. ലുക്കപ്പ് 40,000,
സെർച്ച് വെക്റ്റർ എവിടെയാണ് 40,000 സെർച്ച് ചെയ്യേണ്ടത്. ആ 40,000 സെർച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്തു. ആ ഒരു റേഞ്ച് നമ്മുടെ ഇക്വേഷനിൽ വന്നു, കോമ. അങ്ങനെയാണെങ്കിൽ എന്താണ് റിസൾട്ടായിട്ട് കാണിക്കേണ്ടത്? ഈ ഒരു റേഞ്ചിനകത്ത് 40,000 എന്ന് പറയുന്ന എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നേരെയുള്ള ഏത് റേഞ്ചിനുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരേണ്ടത്. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരേണ്ടത് ഈ ഒരു റേഞ്ചിനകത്തുള്ള ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ആ റേഞ്ച് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ ജിതേഷ് എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.